ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഒട്ടും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു റെസിപ്പിയാണ് കേട്ടോ. സദ്യൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. നമുക്കിത് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യാത്തവരൊന്ന് പ്ലീസ് ഒന്ന് സബ് ചെയ്തേക്കണേ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾക്കിവിടെ ആവശ്യത്തിനുള്ള കുറച്ച് പുളി എടുക്കാം. അത് നമ്മൾക്ക് ചെറിയ ചൂടുവെള്ളത്തിലാണ് ഇട്ട് വെക്കേണ്ടത്. ഇനി നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചമുളകാണ്. അത് നമ്മൾക്ക് നൈസായിട്ട് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുക്കാം. ഇനി നമ്മൾക്ക് പിന്നെ ആവശ്യത്തിനുള്ള ഇഞ്ചി കഷ്ണങ്ങൾ കൂടെ വേണം. കുറച്ച് ഇഞ്ചി കഷ്ണങ്ങൾ 2-3 ചെറിയ ഇഞ്ചി കഷ്ണങ്ങൾ എടുക്കുക. അത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെക്കണേ. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾക്കൊരു മൺചട്ടി എടുക്കാം. മൺചട്ടിയിലാകുമ്പോൾ നമ്മൾക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിലാകുമ്പോൾ ഇത്രയ്ക്കും ടേസ്റ്റ് കിട്ടില്ല. വെളിച്ചെണ്ണയിലാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമ്മൾ നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾക്ക് നന്നായി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം. ഇനി നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള കൊച്ചിഞ്ചി കഷ്ണങ്ങളും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ. അപ്പോഴാണ് ആ ഒരു പുളിഞ്ചിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടുക. നമ്മൾ അരിയുന്ന സമയത്ത് വലുതായിട്ട് പോയാൽ ഒരു കയ്പ്പ് രസം ഉണ്ടാവും ഇഞ്ചിയുടെ. ഇഞ്ചി നന്നായിട്ട് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. എന്നാലാണ് നമ്മൾ ഇഞ്ചി ആ ഒരു ശർക്കരയിലൊക്കെ ഇട്ടിട്ട് ഉരുകുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നാലാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി നന്നായിട്ട് നൈസ് അരിഞ്ഞു വെച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ഞാനിവിടെ ചേർത്തിട്ടില്ല. ഇനി നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് അതുകൂടെ നമ്മൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമ്മൾക്ക് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് കൂടി നമ്മൾക്ക് ഇതെല്ലാം വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴന്ന് കിട്ടണം. അതാണ് ഇതിൻ്റെ ഒരു മസ്റ്റ്. ഇഞ്ചിയുടെ പേസ്റ്റൊന്നും ചേർക്കാൻ പാടില്ല. നമ്മൾ ഇതുപോലെ തന്നെ ഇഞ്ചി നന്നായിട്ട് ചെറുതായിട്ട് പൊടിയായി അരിഞ്ഞിട്ട് തന്നെ നമ്മൾ ചേർത്തേക്കണം. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മറന്നത് വരെ നമ്മൾക്ക് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് ഇതിലേക്ക് 1 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. കാശ്മീരി മുളക് പൊടിയായാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ എരിവിനനുസരിച്ച് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ബാലൻസിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് വേണ്ടത് നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ക്രീമി ആയിട്ട് എടുത്തിട്ടുള്ള ആ ഒരു പുളിവെള്ളമാണ്. അത് നമ്മൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾക്ക് മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 അച്ച് ശർക്കരയാണ്. ഇത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. കൂടുതൽ മധുരം ഉണ്ടാവുന്നത് അത്രയ്ക്കും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. മധുരവും പുളിയും എരിവും എല്ലാം ഒരുപോലെ ആ ഒരു ഇതിൽ കിട്ടുമ്പോഴാണ് നമ്മൾക്ക് ഒരേ ലെവലിൽ എത്തുമ്പോഴാണ് ഇഞ്ചിപ്പുളിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഒരുപാട് ശർക്കര ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മധുരം അങ്ങോട്ട് കൂടിപ്പോവും. നല്ല പുളിയുള്ള പുളി ആയതുകൊണ്ടാണ് 2 ശർക്കരയുടെ അച്ച് ചേർത്ത് കൊടുക്കുന്നത്. പുളി കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു അച്ച് ശർക്കര തന്നെ മതിയാവും. നമ്മളുടെ ഈ ഒരു മിക്സ് കുറുകി വരണം. ഇനി കുറുകി വരുന്ന സമയത്ത് നമ്മൾക്ക് ഫ്ലെയിം ഒന്ന് ചെറുതായിട്ടൊന്ന് വയ്ക്കുക. ഇനി കുറുകി വരുന്ന സമയത്ത് നമ്മൾ കയ്യിലെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിച്ചു പോവും. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ മിസ്സായി പോയതാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുക്കണേ. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. വറുത്ത് പൊടിച്ചിട്ടുള്ള ഉലുവാപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് വറ്റി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 2-3 മിനിറ്റ് മതിയാകും. കൂടുതൽ ഇളക്കിക്കൊണ്ടിരിക്കുകയൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ നമ്മൾക്കിത് വറ്റി കിട്ടും. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സായിട്ട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുവാണെങ്കിൽ നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെയായിരിക്കും. പിന്നെ ഇത് ചോറിൻ്റെ കൂടെ അല്ലാതെ നമ്മൾക്ക് വെറുതെ കഴിക്കാനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് എനിക്ക് കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.
അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തെടുക്കണേ. അപ്പോൾ നമ്മൾക്ക് വ്യത്യസ്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.